ഹായ് ഓൾ, വെൽക്കം ടു അഗ്ലാസ് ക്രിയേറ്റീവ് വില്ല. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുതേ കൂട്ടുകാരെ. അപ്പം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ന്യൂസ് പേപ്പർ ഉപയോഗിച്ചിട്ടൊരു പെൻ സ്റ്റാൻഡാണ്. പെട്ടെന്ന് ചെയ്തെടുക്കാം. അപ്പം അതിന് ആവശ്യമുള്ള സാധനങ്ങളാണ് ഇതൊക്കെ. അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു ന്യൂസ് പേപ്പർ പകുതി ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ന്യൂസ് പേപ്പറിനെ ഇങ്ങനെ പകുതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു വുഡൻ സ്റ്റിക്ക് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഇതിനെ റോൾ ചെയ്തെടുക്കാൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും. ന്യൂസ് പേപ്പർ പൈപ്പ്സ് ചെയ്തെടുക്കാൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും ഇങ്ങനെയാണെങ്കിൽ. അപ്പം ഒരു വുഡൻ സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് ഞാൻ ഇതുപോലെ റോൾ ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം എൻഡ് വരുമ്പോൾ ഗം ഉപയോഗിച്ചിട്ട് സെക്യൂർ ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഇതുപോലെ കുറച്ച് പേപ്പർ ട്യൂബ്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു പേപ്പർ ട്യൂബ്സ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് പെൻ സ്റ്റാൻഡ് ചെയ്യാമെന്ന് നോക്കാം. അപ്പം ഈ ഒരു ലെങ്ത് എനിക്ക് വേണ്ടാത്തതുകൊണ്ട് ഞാൻ കട്ട് ചെയ്തെടുക്കുക. ഒരു സ്റ്റാൻഡേർഡ് ഹൈറ്റിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ അടുത്ത പേപ്പർ ട്യൂബും ഒരു 0.5 സെൻറ്റിമീറ്ററിൻ്റെ ഒക്കെ ഡിഫറൻസിൽ കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമുക്ക് ഒരു കുറച്ച് പേപ്പർ ട്യൂബ്സ് തൊട്ടടുത്തുള്ളതിനേയും കാട്ടി ഒരു 0.5 സെൻറ്റിമീറ്ററിൻ്റെ ഒക്കെ ഡിഫറൻസിൽ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ ഒരു 0.5 സെൻറ്റിമീറ്റർ ഹൈ ഡിഫറൻസിൽ ഇതുപോലെ കട്ട് ചെയ്ത് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വച്ച ശേഷം ലാസ്റ്റ് നമുക്ക് ഗം ഉപയോഗിച്ചിട്ട് സ്റ്റിക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ലാസ്റ്റ് ഒരു 4-5 പേപ്പർ ട്യൂബ്സ് ഒരേ സെയിം ഹൈറ്റിലായിട്ട് കട്ട് ചെയ്തെടുക്കണേ. ഇപ്പം ഇത് കണ്ടപ്പോൾ ഒരു ഐഡിയ കിട്ടിയല്ലോ എങ്ങനെയാണ് സ്റ്റിക്ക് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ലാസ്റ്റ് സ്റ്റെപ്പ് ഞാൻ ഇതുപോലൊരു 4-5 ഒരേപോലത്തെ ഹൈറ്റിലാണ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് ഗം ഉപയോഗിച്ച് സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട് എല്ലാ പേപ്പർ ട്യൂബ്സും. ഇനി ഞാൻ ഇതിൻ്റെ അകത്ത് ഈ അകം ഭാഗത്ത് ഇതുപോലെ ഗ്ലൂ ഉപയോഗിച്ചിട്ട് ഒന്ന് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം. കാരണം അത് കുറച്ചും കൂടെ സെക്യൂറായിട്ട്. അപ്പോൾ ഇതുപോലെ ഗമ്മ് തേക്കുന്നത് കൊണ്ടുള്ള ഉപയോഗം എന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് നാൾ ലോങ് ടൈം നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ പെട്ടെന്ന് തറയിലൊക്കെ വിരുന്നാലും ഇളകിപ്പോകത്തില്ല. ഗമ്മ് കുറച്ച് ലോങ് ടൈം യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്കിത് കുറച്ച് നേരം ഈ ഗമ്മൊന്ന് സെറ്റ് ഉണങ്ങി ഡ്രൈ ആയി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ഓൾമോസ്റ്റ് ഒരു 1 hour ആകുമ്പോൾ തന്നെ ഗ്ലൂ കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ ആവും. അതിനുശേഷം നമുക്ക് ആദ്യത്തെ ആ ഒരു പേപ്പർ ട്യൂബും നമ്മൾ ലാസ്റ്റ് സ്റ്റിക്ക് ചെയ്ത ആ ഒരു പേപ്പർ ട്യൂബും തമ്മിൽ ജോയിൻറ്റ് ചെയ്യണം. ഇതുപോലെ നമുക്ക് ഗം അപ്ലൈ ചെയ്ത ശേഷം ഇതുപോലെ നമുക്ക് ജോയിൻറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അടിഭാഗത്ത് ഒരു ബേസ് സ്റ്റിക്ക് ചെയ്തെടുക്കണം. നമുക്ക് ആദ്യം ഒരു ബേസ് കട്ട് ചെയ്തെടുത്ത ശേഷം അതിൻ്റെ ആ ഒരു മെഷർമെൻറ്റിൽ നമ്മളിത് ചെയ്തെടുത്താൽ മതി. ഇപ്പം ഞാൻ ആദ്യം ഈ ഒരു പേപ്പർ ട്യൂബ്സ് സ്റ്റിക്ക് ചെയ്ത ശേഷമാണ് ബേസ് അതിൻ്റെ ആ ഒരു അളവിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇതുപോലെ മെഷർ ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗം അപ്ലൈ ചെയ്ത ശേഷം നമുക്ക് ഇത് സ്റ്റിക്ക് ചെയ്തെടുക്കാം ഇതുപോലെ. അപ്പോൾ ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിന് ഒരു കളർ കൊടുക്കാം. കളർ കൊടുക്കുന്ന മുമ്പ് നമുക്ക് ഇതിനൊരു ബേസ് കോട്ടായിട്ടൊരു വൈറ്റ് കളറ് ആക്രിലിക് പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് ഒരു ബേസ് കോട്ട് കൊടുക്കാം. ബേസ് കോട്ട് അപ്ലൈ ചെയ്ത ശേഷം അതൊന്ന് ഡ്രൈ ചെയ്യാൻ വയ്ക്കണം. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷെയ്ഡ് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ആക്രിലിക് പെയിൻറ്റിൻ്റെ ഒരു വയലറ്റ് ഷെയ്ഡാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് അപ്ലൈ ചെയ്യാം. ഒരു 2 കോട്ടെങ്കിലും ഈ ഒരു ഷെയ്ഡ് അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. നല്ലൊരു കറക്റ്റ് ഷെയ്ഡ് നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ ഇതുപോലെ 2 കോട്ട് ഈ ഒരു ഷെയ്ഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചും കൂടെ അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടി ഞാൻ ഒരു ടോപ്പ് പോർഷനിലായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, വൈറ്റ് പേൾസ് ഉപയോഗിച്ചിട്ട് സ്റ്റിക്ക് ചെയ്തെടുക്കുകയാണ്. ഗം അപ്ലൈ ചെയ്ത് സ്റ്റിക്ക് ചെയ്തെടുക്കുകയാണ്. ഗ്ലൂ ഗൺ വേണമെങ്കിലും യൂസ് ചെയ്യാം നമുക്ക് സ്റ്റിക്ക് ചെയ്യാൻ. അപ്പോൾ ഞാൻ ഇതുപോലെ ബീഡ്സ് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ബോട്ടം പോർഷനിൽ ഞാൻ ഇതുപോലെ ബീഡ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ന്യൂസ് പേപ്പർ പെൻ സ്റ്റാൻഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കൂട്ടുകാരെ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.